എന്തത്? ദാദാ പിരിവോ? അപ്പൊ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ. ഇവിടെ ഞങ്ങൾ ഭിക്ഷ ചോദിക്കാൻ വേണ്ടി വന്നതാ. ആഹാ, തോന്നുന്നു അങ്ങനെയൊന്നും അല്ലല്ലോ. നിങ്ങളിവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ തന്നേ പറ്റുള്ളൂ എന്ന് ആൾക്കാരെ വെരട്ടി വാങ്ങുന്ന പോലെ ഉണ്ടല്ലോ ഇത്. ബട്ട് ആക്ച്വലി വി ആർ ബെഗിങ്. അമ്മോ, ഭിക്ഷക്കാരും ഇംഗ്ലീഷിലോ? ए लड़की एप्पल चाहिए? ജി हाँ। ഏയ് നിങ്ങളീ എന്തായി കാണി ആളെ കളിയൊക്കെ ഇറങ്ങിയിരിക്കുക അങ്ങനെ പറഞ്ഞ നിങ്ങളും എന്നെ കളിയാക്കുകയായിരുന്നില്ലേ? എന്ന് വെച്ചാ ഈ തെമ്മാടികൾ ഞാൻ ഒരുപോലെയാണെന്നാ? യെസ്. ഞാൻ ഹീറോയും ഒരു വില്ലന്മാരും അല്ലേ? എന്റെ അമ്മോ, അതോ ഞാനും വില്ലനാ? എന്ത് പറയാനാ, ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഉണങ്ങിയാ പിന്നെ ആണുങ്ങൾ എന്ത് ചെയ്യാനാ? एप्पल नहीं चाहिए क्या? चल ना, एप्पल के गार्डन दिलाता हूँ। चल चल, इसे अच्छे और बड़ा सा मिलेंगे वहाँ पर। പെൺകുട്ടികളെ ശല്യം ചെയ്യാൻ നോക്കുന്നോളാ. ധൈര്യം ഉണ്ടെങ്കിൽ ആണുങ്ങളോട് കളിക്കാം. साले कुत्ता। പോടാ. മലയാളികളോട് കളിച്ചാൽ നീയൊക്കെ വിവരം പറയും. പ്ലീസ് ഗോ അവേ. ആവേ. പ്ലീസ് പ്ലീസ്. എന്തിനാ അവരോട് വഴക്കിടുന്നത്? അവൻ കാണിച്ച തെറ്റല്ലേ? തെറ്റ് ചെയ്തെങ്കിൽ അതിനുള്ള ശിക്ഷ ഭഗവാൻ കൊടുത്തോളും. നിങ്ങൾ എന്തിനാ വെറുതെ തല്ലാൻ നടക്കുന്നത്? ആഹാ, തനിക്കൊരു കാര്യം അറിയോ? ഞാനാ സാക്ഷാൽ ഭഗവാൻ ഡാർലിംഗ്. തന്നോട് അവൻ തെറ്റിയതിന് ഞാൻ പോയി അവന്റെ ആപ്പിള് തരത്തിട്ട് വരാം. എന്താടാ? ഈശ്വരാ, എന്നെന്തിനാ വണങ്ങുന്നത്? പേടിച്ചു പോയോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അയ്യോ. അപ്പൊ എന്നെ ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവന്ന് പെരുമാറാൻ വേണ്ടിട്ടായിരുന്നു. കുങ്കുവാ? ഒരു പിടിയിലാട്ടോ എനിക്ക്. നിങ്ങൾ ഒരു സ്റ്റൈലിൽ അടിക്കുമ്പോ ഞാൻ വേറൊരു സ്റ്റൈലിൽ അടിക്കും. ഫൈറ്റ് കൺഫ്യൂഷൻ ആയി പോകില്ലേ? അതെങ്ങനെ ശരിയാവും? ഓ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഫൈറ്റ് കൺഫ്യൂഷൻ ഇല്ലാതുള്ളത്. സംജയ്, എന്താടി എന്റെ അമ്മേ? യുനോ, കണ്ണൂർ, അതാ എന്റെ സ്ഥലം. ഞാനിവിടെ അടിക്കാൻ തുടങ്ങിയുണ്ടല്ലോ, നിങ്ങളുടെ കരച്ചിൽ അവിടം വരെ അങ്ങ് എത്തും. സംജയ്, ഓക്കേ? ഓ, കൺഫ്യൂഷൻ ആക്കല്ലേ? ഇനി ചവിടോ. ഈ
ഇവിടെ വെക്കും. അവിടെ ഉഗ്ര ഫൈറ്റ് ആയിരുന്നു അല്ലേ? ഛേ, ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ. ഒരു സിനിമ കണ്ടിട്ട് കാലം കുറയായി. നല്ലൊരു ഫൈറ്റ് കാണാനുള്ള ചാൻസ് പോയി ചേട്ടാ. അപ്പോഴേ ആ പയ്യൻ നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ ആ കുംഫു വീരന്മാരോട് അടിയുണ്ടാക്കിയെങ്കിൽ അവര് നിന്നോട് എത്ര ഇഷ്ടമുണ്ടായിട്ടായിരിക്കും അല്ലേ? അവനെ കാണാനും നല്ല പയ്യനാ, കഴിവും തന്റെ ഇടവും ഉണ്ട്. പോരാത്തതിന് നമ്മുടെ മലയാളിയാ. എന്തുകൊണ്ട് നിനക്ക് ഈ കല്യാണം വളരെ നല്ലതാ. എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു? ആ നേരാണല്ലേ, ഞാൻ എന്തിനു കല്യാണം ആലോചിക്കണേ? ഇപ്പൊ ഞാൻ എന്തിനൊക്കെയാണ് പറഞ്ഞത്? What's it all about? Where's the hose? എലിമടയെന്ന് നേരെ പുലിമടയിലോട്ട്. കമാൻഡോ ഓപ്പറേഷൻ ഇനി എത്ര നാളായടാ? കമാൻഡോ ഓപ്പറേഷനോ? ദൈവമേ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചാരനല്ലേടാ നീ? പോലീസോ? ഞാനും പോലീസും തമ്മിൽ ശരിയല്ല സാർ. ഇന്നലെ പോലീസ് സ്റ്റേഷൻ അടിച്ചു തീർത്തിട്ടാ ഞാൻ വരുന്നത്. ഞാനും നിങ്ങളുടെ പാർട്ടിയാണ് സാർ. ഈ നാടിന് വേണ്ടിയല്ലോ നമ്മൾ ചോര ചിന്തുന്നത്. ഈ നാട് നമ്മുടെ, കാട് നമ്മുടെ, മരം നമ്മുടെ, മണ്ണ് നമ്മുടെ. ഏയ്! ഇനി എന്ത് ചെയ്യും? എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും? എന്റെ ഭാര്യയെ ഞാൻ എങ്ങനെ കാണും അറിയില്ല. അതെല്ലാം അടുത്ത എപ്പിസോഡ്. കാശട് നീ സപ്പോർട്ട് ചെയ്യണ്ട. ഞാനൊന്നും പറഞ്ഞു കൊടുക്കില്ല. ആ സന്യാസികൾ വരുന്നുണ്ട്, അവരെ കൊണ്ട് വിളിക്ക്. വേഗം ചെല്ല്, ചെല്ല്. ആ പാദങ്ങൾ കൊണ്ട് നമസ്തേ മാതാജി. നമസ്തേ ശിവാനി മാഡം. നമസ്തേ. വൈശാലി എവിടെ? ഭാരതത്തിലെ സന്യാസിമാരെ കുറിച്ചും ആധ്യാത്മികതയെ കുറിച്ചും ഒക്കെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. നല്ല കാര്യമാ. വളരെ നല്ല കാര്യോ. മാതാകുട്ടി, നമ്മുടെ മാതാജി വെച്ച് നല്ലൊരു പ്രോഗ്രാം ചെയ്യണം. ഇന്റർവ്യൂ ചെയ്യും. മണാലിയിലെ മാതാജി, അതാണ് പ്രോഗ്രാം. അയ്യോ, ധ്യാനത്തിന് അയ്യോ, മാതാജി പറഞ്ഞാലും ആത്മാവും പരമാത്മാവും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ ആ ടോപ്പിക് എന്തിനാ കുട്ടി? എന്റെ എക്സ്പെക്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബാലഗോപാൽ ടെന്റിന്റെ പിന്നിൽ കൂടി ഗുഹയിലേക്ക് ഓടുകയാവും. ഇതെങ്ങനെ പിടിച്ചു? എത്രയോ ദൂരം സഞ്ചരിച്ചിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. കാമാതുരാനാം ന ഭയം ന ലജ്ജ. കാമത്തെ കുറിച്ചാ പറയുന്നത്. കാമം കൊണ്ട് കണ്ണടഞ്ഞു പോയ ഒരു വ്യക്തിക്ക് ഭയം, ലജ്ജ, ദയ, ഭക്തി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയല്ലേ. പ്രേമാതുരാനം എന്ന് പറ. അവൻ പ്രേമത്തിൽപ്പെട്ടിരിക്കുക. പ്രേമത്തിൽ പെടുത്താൻ അവൾ കോളേജ് സ്റ്റുഡന്റ് അല്ല, സന്യാസിനിയാ.